ഇവിടെ ജി പിയിലെ ജിയോമെട്രിക് പ്രോഗ്രഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജിയോമെട്രിക് മീൻ. മിക്കവരും വിട്ടുപോകുന്നൊരു സാധനമാണ്. കാര്യം നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ഇക്വേഷനുകളല്ല, വളരെ ചെറിയൊരു ഇക്വേഷനാണ് ജിയോമെട്രിക് മീൻ. ഇവിടെ ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആദ്യം അതിൻ്റെ ഇക്വേഷൻ പറയാം. ഇപ്പോൾ രണ്ട് നമ്പറുകൾ എ എന്നും പറഞ്ഞ് ബി എന്നും പറഞ്ഞ് രണ്ട് നമ്പർ, ഈ രണ്ട് നമ്പറിൻ്റെയും ജിയോമെട്രിക് മീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ രണ്ട് നമ്പരും കൂടി ഗുണിക്കുക, റൂട്ട് എടുക്കുക, ഇത്രേ ഉള്ളൂ. ജിയോമെട്രിക് മീൻ ഓഫ് എ ബി എത്രയാണ്? എയും ബിയും കൂടി ഗുണിക്കുക, റൂട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ചോദിക്കുവാണ് ഫൈൻഡ് ദ ജിയോമെട്രിക് മീൻ ഓഫ് 5 and 6. ആൻസർ എത്ര വരും? ജിയോമെട്രിക് മീൻ ഈക്വൽ ടു റൂട്ടിൻ്റെ അകത്ത് 5ഉം 6ഉം കൂടി ഗുണിക്കണം. അപ്പോൾ റൂട്ടിൻ്റെ അകത്ത് ആൻസർ എത്ര കിട്ടും? 30. ഇനി വേറൊന്നും ചെയ്യാം. ജിയോമെട്രിക് മീൻ ഓഫ് എന്താണ് 3 and 12 എത്ര വരും? ജിയോമെട്രിക് മീൻ ഈക്വൽ ടു എത്ര വന്നു? ഈ 3ഉം 12ഉം കൂടി റൂട്ട് ഇൻറ്റു ചെയ്ത് റൂട്ട് എടുക്കുക. ആൻസർ എത്ര വന്നു? റൂട്ടിൻ്റെ അകത്ത് 36. അപ്പോൾ ആൻസർ എത്ര എഴുതാം? 6 എന്ന് എഴുതാം. കേട്ടല്ലോ? ഇനി ഇത്രേ ഉള്ളൂ പരിപാടി, ഇത്രേ ഉള്ളൂ. ഇനി ആ ജിയോമെട്രിക് മീൻ എന്താണെന്നൊന്ന് മനസ്സിലാവണമെങ്കിൽ ഇത്രേ ഉള്ളൂ. അതേ നോക്കി, ഞാനൊരു ജി പി എഴുതാം. 2 3 കൊണ്ട് ഗുണിച്ച് ഞാൻ 6 എഴുതി. 3 കൊണ്ട് ഗുണിച്ച് ഞാൻ എത്രയാണ്? 18 എഴുതി. വീണ്ടും 3 കൊണ്ട് ഗുണിച്ച് ഞാൻ 54 എഴുതി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? ഇവിടെ ഞാൻ ഏതെങ്കിലും രണ്ട് നമ്പറുകൾ എടുക്കുവാണ്. ഇപ്പോൾ 2 എന്ന് പറയുന്ന നമ്പരും 18 എന്ന് പറയുന്ന നമ്പരും ഞാൻ എടുക്കുവാണ്. കേട്ടല്ലോ? 2ഉം 18ഉം. എടാ ഇതിൻ്റെ ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞു എന്താണ്? റൂട്ടിൻ്റെ അകത്ത് 2ഉം 18ഉം കൂടി ഗുണിക്കുക. അപ്പോൾ റൂട്ടിൻ്റെ അകത്ത് 36 എന്ന് വരും. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 6 കിട്ടി. ഈ 6 കിടക്കുന്നത് ഈ 2ൻ്റെയും 18ൻ്റെയും നടുക്കല്ലേ? അപ്പോൾ ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മളൊരു സീക്വൻസ് എഴുതിപ്പോയാൽ, ജി പി എഴുതിപ്പോയാൽ, രണ്ട് നമ്പറുകളുടെ ജിയോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൃത്യം സെൻറ്ററിൽ കിടക്കുന്ന നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നോക്കിയേ, 5ൻ്റെയും 6ൻ്റെയും ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ 5ഉം 6ഉം ഒരു ജി പിയിൽ ഉണ്ടെന്ന് വിചാരിച്ചോ. 5ൻ്റെയും 6ൻ്റെയും നടുക്ക് വരുന്ന ടൈമാണ് ഈ റൂട്ട് 30. ഇവിടെ നോക്ക്, 3 12 ഒരു ജി പിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3ൻ്റെയും 12ൻ്റെയും ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ 3 കഴിഞ്ഞ് ഈ നമ്പർ കഴിഞ്ഞേ 12 വരുള്ളൂ. ഇത് ജി പിയിലല്ലേ? 3 × 2 6, 6 × 2 12. കേട്ടല്ലോ? എളുപ്പമല്ലടാ. അപ്പൊ ചില ചോദ്യങ്ങൾ ഈ ജിയോമെട്രിക് മീനുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാം. ഒരു 5 ഡാഷ് 20 എന്താണ്? 5 - 20 R in GP. ഇത് ജിയോമെട്രിക് പ്രോഗ്രഷനിലാണ്. അല്ലെങ്കിൽ 5x 20 R in GP. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ചോദിക്കാം, എക്സിന്റെ വില കാണുക എന്ന് ചോദിക്കാം. അപ്പോൾ അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മൾ ജിയോമെട്രിക് മീനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ് ഈക്വൽ ടു അതെന്താണ്? ജിയോമെട്രിക് മീനാണ്. എങ്ങനെ കണ്ടുപിടിക്കണം? ഈ രണ്ട് നമ്പരും കൂടി ഗുണിച്ചാൽ മതിടാ. 5 × 20 റൂട്ട് എടുത്തോളണം. അപ്പോൾ എത്ര കിട്ടി? 100. 100ന്റെ റൂട്ട് എത്രയാണ്? 10. ആൻസർ അപ്പോൾ എത്ര വരും? 10 നോക്കി, 5 2 കൊണ്ട് ഗുണിച്ച് 10 എഴുതി. 10 × 2 20. കറക്റ്റ് ആയില്ലേ? അപ്പോൾ ഒന്നെങ്കിൽ ജിയോമെട്രിക് മീൻ ഇതുപോലെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചോദിക്കാം. ഇതുപോലെ എങ്ങനെ ചോദിക്കും? വേറൊരു ചോദ്യം കൂടി നോക്കിക്കോ. 2 - x - 32. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. R in GP. ഇതെന്താണ്? ഇത് ജി പിയിലാണ്. ഫൈൻഡ് എക്സ് എന്ന് ചോദിക്കാം. ഇത് 3ഉം ജി പിയിലാണ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെന്ററിൽ നിൽക്കുന്നതല്ലേ? ഈ സെന്ററിൽ നിൽക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ജിയോമെട്രിക് മീൻ എന്ന് വിളിക്കുന്നത്. ജി പിയുടെ സെന്ററിൽ നിൽക്കുന്നതായതുകൊണ്ട്. അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യണം. 2 × 32 ചെയ്യണം. അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടും? 64 കിട്ടും. 64 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8. അപ്പൊ ഇവിടെ എത്ര വരും? 8. അത്ര എളുപ്പമല്ലടാ. 2 × 4 8, 8 × 4 32. എളുപ്പമല്ലേ? അപ്പോൾ ജിയോമെട്രിക് മീൻ ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇതുപോലെ R in GP നടുക്കിരിക്കുന്ന ആരാണെന്ന് ചോദിക്കും. എളുപ്പമല്ലടാ? ഭയങ്കര എളുപ്പമല്ലേ? ഇത്രേ ഉള്ളൂ. വിട്ടുകളയരുത്. ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഒരു ചോദ്യം വരുന്നതാണ്. വെറുതെ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സെഷനാണ്. വിട്ടുകളയരുത്. പഠിച്ചോളൂ. കേട്ടല്ലോ?